സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മഴക്കെടുതിയിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. പാലക്കാടും കണ്ണൂരും രണ്ടുപേർ വീതമാണ് മഴക്കെടുതിയിൽ മരിച്ചത്. കനത്ത മഴയിൽ പാലക്കാട് കണ്ണമ്പ്ര കോട്ടേക്കാട് വീട് തകർന്നാണ് അമ്മയും മകനും മരിച്ചത്. കൊടക്കുന്ന് വീട്ടിൽ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീഴുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ കോളേരി സ്വദേശി കുഞ്ഞാമിനെയും വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. വെള്ളക്കെട്ടിനിടയിലുണ്ടായ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു. കണ്ണൂർ ചോക്ലയിൽ വെള്ളക്കെട്ടിൽ വീണ് മേക്കര വീട്ടിൽ കെ ചന്ദ്രശേഖരനാണ് മരിച്ചത്. ഇടുക്കി ശാന്തൻപാറ ചൂണ്ടലിൽ വൻമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. ഇന്ന് പുലർച്ചെയാണ് മരം ഒടിഞ്ഞു വീണത്. അപകടത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മൂന്നാർ ഗ്യാപ് റോഡിൽ വ്യാപകമായി മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് തുടങ്ങിയ ആദിവാസി മേഖലകളും മണികണ്ഠൻ ചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടു. വടക്കേക്കരയിൽ വീടിനു മുകളിലേക്ക് മരം വീണു. പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. കോഴിക്കോട് കനത്ത മഴയിൽ തലക്കുളത്തൂർ വില്ലേജിൽ തൈവളപ്പിൽ നഫീസയുടെ വീട്ടിലെ കിണറിടിഞ്ഞു താഴ്ന്നു. പന്തീരങ്കാവ് പാലാഴിയിൽ പാൽ കമ്പനി റോഡിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മാവൂർ വില്ലേജിൽ കച്ചേരിക്കുന്ന് ഭാഗത്ത് 2 വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴ എടത്വയിൽ മരം വീണ് വീട് തകർന്നു. തലവടി സ്വദേശി ബാലൻ നായരുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്കാണ് ആഞ്ഞിലിമരം കടപുഴകി വീണത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് അപകടം. പിഞ്ചുകുട്ടികളടക്കം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വയനാട് നൂൽപ്പുഴ വില്ലേജിൽ മുത്തങ്ങ ചൂണ്ടക്കുനി പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മലപ്പുറം കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. മിനി ലോറിക്ക് മുകളിലാണ് മരം വീണത്. വാഹനത്തിൽ കുടുങ്ങിയ 2 പേരെയും രക്ഷപ്പെടുത്തി. കാസർഗോഡ് കയ്യൂർ കാറ്റിൽ വൻ നാശനഷ്ടമാണുണ്ടായത്. മരങ്ങളും വൈദ്യുതി തൂണുകളും കടപുഴകി വീണു. വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.